ഹലോ ഫ്രണ്ട്സ്, ഗ്രാമറിന്റെയും ടെൻസിന്റെയും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഇംഗ്ലീഷ് പറഞ്ഞു തരുന്ന വീഡിയോ സീരീസിന്റെ അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്, ആർ, ആം, വാസ്, വെയർ ഇവയുടെ മീനിങ്ങും യൂസേജുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണ്. എല്ലാവരും നിത്യജീവിതത്തിലും സ്കൂളിലെ കുട്ടികളാണെങ്കിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് ആരംഭിക്കാം. ഈസ്, ആർ, ആം ഇവയുടെ മീനിങ് ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ്. പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നു. ഈസ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഹി, ഷീ, ഇറ്റ്, എ നെയിം, എ തിങ്, ആൻ ഒബ്ജക്ട്, ആൻ ആനിമൽ, എനി സിംഗുലർ സബ്ജക്ട്. ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം അല്ലെങ്കിൽ ഒരു സാധനം മാത്രം, ഏകവചനം, സിംഗുലർ ഫോം ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ പ്രസന്റ് ടെൻസിൽ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന മീനിങ് കിട്ടുന്നതിനായിട്ടാണ് ഈസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രസന്റ് ടെൻസിൽ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ള മീനിങ് കിട്ടുന്നതിനായിട്ട് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വെർബാണ് ഈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആർ. ആറും ഈസും തമ്മിലുള്ള വ്യത്യാസം, ആറ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ സബ്ജക്ട് വരുന്നത്. അതായത് ദേ എന്ന് പറഞ്ഞാൽ അവർ ആണ്, വി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, ഓർ ടു ഓർ മോർ സബ്ജക്ട്, രണ്ടോ അതിലധികമോ സബ്ജക്ട് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ള മീനിങ് കിട്ടുന്നതിനായിട്ട് ആർ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ആം. ആം ഈസ് ഓൺലി യൂസ്ഡ് വിത്ത് ഐ. ഐയുടെ കൂടെ മാത്രമേ ആം ഉപയോഗിക്കുകയുള്ളൂ. മീനിങ് സെയിം ആണ്, ആകുന്നു അല്ലെങ്കിൽ ആണ്. ഈസ് ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് ഫോം ചെയ്ത് നോക്കാം. അവൻ ഒരു വിദ്യാർത്ഥിയാണ്. എങ്ങനെ പറയാം? അവൻ, ഹി, ഒരു എ വിദ്യാർത്ഥി, സ്റ്റുഡന്റ് ആണ് എന്നുള്ളതിന് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ആണ് എന്നുള്ള മീനിങ് കിട്ടുന്നതിനായിട്ടാണ് ഈസ് ഉപയോഗിക്കുന്നത്. അവൻ വിദ്യാർത്ഥിയാണ് എന്ന് എഴുതുന്നതിനായിട്ട് ഹി ഈസ് എ സ്റ്റുഡന്റ്. ഹിയുടെ സ്ഥാനത്ത് ഷീ ആണെങ്കിൽ, ഗേൾ ആണെങ്കിൽ സെയിം ആണ്, ഷീ ഈസ് എ സ്റ്റുഡന്റ്. ഒരു പേരാണെങ്കിൽ, ഒരു ബോയിയുടെ പേരാണെങ്കിൽ അനൂപ് ഈസ് എ സ്റ്റുഡന്റ്, സെയിം ആണ്. രമ്യ, അതൊരു ഗേൾ ആണെങ്കിൽ രമ്യ ഈസ് എ സ്റ്റുഡന്റ്. ഇത് ഒരു പക്ഷിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദിസ് ഈസ് എ ബേർഡ്. റീമ ഒരു ഡാൻസർ ആണ്. റീമ ഈസ് എ ഡാൻസർ. റീമ ഈസ് എ ഡാൻസർ. ഡേവിഡ് ഒരു നല്ല വിദ്യാർത്ഥിയാണ്. നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നതിനായിട്ട് ഗുഡ് സ്റ്റുഡന്റ് എന്ന് പറയാം. ഡേവിഡ് ഈസ് എ ഗുഡ് സ്റ്റുഡന്റ്. എബിൻ ഒരു പൊക്കമുള്ള ആൺകുട്ടിയാണ്. പൊക്കമുള്ള ആൺകുട്ടി എന്ന് പറയുന്നതിനെ ടോൾ ബോയ് എന്ന് പറയാം. എബിൻ ഈസ് എ ടോൾ ബോയ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈസ് ഉപയോഗിച്ച് സെന്റൻസ് ഫോം ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈസ് ആണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി. ഈസ് വരുന്നത് സിംഗുലർ സബ്ജക്റ്റ്, ഒരു വ്യക്തി അല്ലെങ്കിൽ സിംഗുലർ ഐറ്റം വരുമ്പോൾ മാത്രമാണ് ഈസ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യം പറയാനാണ്. അതായത് ഹി ഈസ് എ സ്റ്റുഡന്റ്. അവൻ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ആയിരുന്നത് കൊണ്ടാണ് ഈസ് അവിടെ ഉപയോഗിച്ചത്. അവൻ ഇപ്പോൾ സ്റ്റുഡന്റ് അല്ല എങ്കിൽ അതിന് പകരം ഉപയോഗിക്കേണ്ട വേർഡ് ഈസിന് പകരം ഈസിന്റെ പാസ്റ്റ് ടെൻസ് ആയ വാസ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അത് ഡീറ്റെയിൽ ആയിട്ട് വാസ് പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കുന്നുണ്ട്. ഈസിന്റെ യൂസേജ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഈസ് സെന്റൻസ് ഫോർമേഷൻ കണ്ടിന്യൂസ് ഫോം, അതായത് ING ഫോം. ഈസിന്റെ കൂടെ ING ഫോം ഉപയോഗിച്ച് സെന്റൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ING ഫോം ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ എഴുതാം? അവൻ, ഹി, ഈസ് അവിടെ വരുന്നുണ്ട്. ഈസ് പഠിക്കുക, സ്റ്റഡി. സ്റ്റഡിയുടെ കൂടെ ING ഫോം ആഡ് ചെയ്യണം. സ്റ്റഡിയുടെ ING ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റഡിയിങ് എന്ന് വരും. ഹി ഈസ് സ്റ്റഡിയിങ്. അവൾ നടക്കുകയാണ്. എങ്ങനെ പറയാം? ഷീ സിംഗുലർ സബ്ജക്ട്, ഈസ് വരും. ഈസ് വരുന്നതിന് സംശയമില്ലല്ലോ. അവൾ ആയതുകൊണ്ടാണ്, ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈസ് വരുന്നത്. ഷീ ഈസ് നടക്കുകയാണ്. നടക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്. ഷീ ഈസ് വോക്കിംഗ്. എബി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മീനിങ്ങിന് നമുക്ക് ഈറ്റിംഗ് പറയാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയുന്നതിനാണ് ഹാവിങ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഹാവിങ്. എബി ലഞ്ച്, സംശയമൊന്നുമില്ല, കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഹാവിന്റെ കൂടെ ING ഫോം ഉപയോഗിച്ച് ഹാവിങ് എന്ന് പറയാം. ഇനി വേണ്ടത് എബി സിംഗുലർ ആയതുകൊണ്ട് ഈസും കൂടെ ചേർക്കണം. എബി ഈസ് ഹാവിങ് ലഞ്ച്. അടുത്തത് നിയ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വ്യത്യാസം കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കുടിക്കുക എന്നുള്ളത് ഡ്രിങ്ക് ആണ്, ഡ്രിങ്കിങ് വരും. നിയ ഈസ് ഡ്രിങ്കിങ് ഓർ ഹാവിങ് കോഫി. ഹാവിങ് കുടിക്കുന്നതിനും കഴിക്കുന്നതിനും നമുക്ക് രണ്ടിനും ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് ഹാവിങ്. അതുകൊണ്ട് നിയ ഈസ് ഡ്രിങ്കിങ് ഓർ ഹാവിങ് കോഫി. അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ, ഹി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഗോയിങ്. സ്കൂളിലേക്ക് എന്നുള്ളത് കൊണ്ട് നമുക്ക് ടു സ്കൂൾ എന്ന് പറയേണ്ടി വരും. ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. പ്രസന്റ് ടെൻസിൽ
കണ്ടിന്യൂസ് ഫോമിൽ സെന്റൻസ് ഫോം ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ING അവിടെ വരും, സിംഗുലർ ആയതുകൊണ്ട് ഈസ് വരും, വെർബിന്റെ ING ഫോമും കൂടെ ചേർന്നുള്ള സെന്റൻസുകളാണ് ഇവിടെ പഠിച്ചത്. അടുത്ത സെക്ഷനിലേക്ക് പോകാം. ആറിന്റെ സെന്റൻസ് ഫോർമേഷൻ. അവർ വിദ്യാർത്ഥികളാണ്. അവർ, ദേ. വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്. വിദ്യാർത്ഥികളാണ് എന്നാണ് പറയുന്നത്, അതുകൊണ്ട് സ്റ്റുഡൻസ് എന്ന് വരും. ദേ പ്ലൂറൽ ആയതുകൊണ്ട് ആർ ഉപയോഗിക്കണം. ദേ ആർ സ്റ്റുഡൻസ്. അതേസമയം ഹി ആയിരുന്നപ്പോൾ എങ്ങനെ പറഞ്ഞു? ഹി ഈസ് എ സ്റ്റുഡന്റ്. അവൻ ഒരു സ്റ്റുഡന്റ് ആണ്. ഇവിടെ ദേ ആർ സ്റ്റുഡൻസ് എന്ന് പറയാം. ഇനി വി ആർ സ്റ്റുഡൻസ്. ദേയുടെ സ്ഥാനത്ത് വി ആണെങ്കിൽ വി ആർ സ്റ്റുഡൻസ് എന്ന് പറയും. രമ്യ ആൻഡ് അനൂപ്, രണ്ട് പേര് പറയുമ്പോൾ ആർ സ്റ്റുഡൻസ്. അടുത്തതായിട്ട് റീമയും നിതിനും ഡാൻസേഴ്സ് ആണ്. അവർ രണ്ടുപേരും ഡാൻസേഴ്സ് ആണ് എന്ന് എങ്ങനെ പറയാം? റീമ ആൻഡ് നിതിൻ. ഓക്സിലറി വെർബ് ഏതാണ്? ആർ. ഡാൻസേഴ്സ്. റീമ ആൻഡ് നിതിൻ ആർ ഡാൻസേഴ്സ്. എബിനും ഡേവിഡും നല്ല വിദ്യാർത്ഥികളാണ്. നല്ല വിദ്യാർത്ഥികൾ, ഗുഡ് സ്റ്റുഡൻസ്. എബിൻ ആൻഡ് ഡേവിഡ് ആർ ഗുഡ് സ്റ്റുഡൻസ്. നവ്യയും രമ്യയും ബുദ്ധിയുള്ള വിദ്യാർത്ഥികളാണ്. നവ്യ ആൻഡ് രമ്യ ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾ, ഇന്റലിജന്റ് സ്റ്റുഡൻസ്. നവ്യ ആൻഡ് രമ്യ ആർ ഇന്റലിജന്റ് സ്റ്റുഡൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉള്ളപ്പോഴാണ് ആർ ഉപയോഗിക്കുന്നത്. പ്രസന്റ് ടെൻസിലാണ്. ഇപ്പോഴത്തെ കാര്യം പറയുന്നതിനാണ് ദേ ആർ സ്റ്റുഡൻസ്. അവർ ഇപ്പോൾ സ്റ്റുഡൻസ് ആണ്. അവർ സ്റ്റുഡൻസ് ആയിരുന്നു എന്ന് പറയുന്നതിനായിട്ട് ദേ ആർ മാറി ആറിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വേർ ഉപയോഗിക്കണം. ദേ വേർ സ്റ്റുഡൻസ് എന്നാണ് പറയേണ്ടത്. അടുത്ത സെക്ഷനിലേക്ക് പോകും. ആം ഇന്റെ സെന്റൻസ് ഫോർമേഷൻ. ആം എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ആം ഐയുടെ കൂടെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് എങ്ങനെ പറയാം? ഞാൻ ഐയുടെ കൂടെ ചേർക്കുന്ന ഓക്സിലറി വെർബാണ് ആം. ഐ ആം എ സ്റ്റുഡന്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഈസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഐ ഈസ് എ സ്റ്റുഡന്റ് എന്നല്ലേ വരേണ്ടത് എന്ന് സംശയം തോന്നാവുന്നതാണ്. പക്ഷേ ഐ ഒരു എക്സെപ്ഷണൽ കേസാണ്. ഐയുടെ കൂടെ ആം മാത്രമേ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുകയുള്ളൂ. ഐ ഈസ് എ സ്റ്റുഡന്റ് എന്നോ ഐ ആർ എ സ്റ്റുഡന്റ് എന്നോ പറയില്ല. ഞാൻ ഒരു ഡാൻസർ ആണ്. ഐ ആം എ ഡാൻസർ. ഐ ആം എ ഡാൻസർ. ആം സെന്റൻസ് ഫോർമേഷൻ കണ്ടിന്യൂസ് ഫോം. ING ഫോമിൽ സെന്റൻസ് എങ്ങനെ ഫോം ചെയ്യാം? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ്. ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഗോയിങ് ടു സ്കൂൾ. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കും. ആം വരുന്നത് ഐയുടെ കൂടെയാണ്. ഐ വരുമ്പോൾ ആം മാത്രമേ കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കൂ. അടുത്തത് ആർ സെന്റൻസ് ഫോർമേഷൻ കണ്ടിന്യൂസ് ഫോം ING. ആർ ഉപയോഗിക്കുമ്പോൾ പ്രസന്റ് ടെൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുന്നതിനായിട്ട് ING ഫോം ഉപയോഗിക്കുന്നു. അതെങ്ങനെയെന്ന് നോക്കാം. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റഡിയിങ്. ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ആറാണ്. ദേ ആർ സ്റ്റഡിയിങ്. അടുത്തത് അവർ നടക്കുകയാണ്. വാക്കിംഗ്. ദേ ആർ വാക്കിംഗ്. എബിയും നവ്യയും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാവിംഗ് ലഞ്ച്. അത് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എബി ആൻഡ് നവ്യ ആർ ഹാവിംഗ് ലഞ്ച്. ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോയിങ് ടു സ്കൂൾ. നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ വരുന്ന വ്യത്യാസമുള്ളത് വി ആർ ഗോയിങ് ടു സ്കൂൾ. അടുത്ത സെക്ഷനിലേക്ക് പോകാം. വാസ് വേർ. ഇത് ആയിരുന്നു അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് വാസ് വേർ ഉപയോഗിക്കുന്നത്. ആയിരുന്നു എന്നുള്ള മീനിങ് ആണ് വാസിനും വേറിനും ഉള്ളത്. വാസ് സിംഗുലർ സബ്ജക്റ്റ്. ഹി, ഷീ, ഇറ്റ്, എ നെയിം, എ തിങ്, ആൻ ഒബ്ജക്റ്റ്, ആൻ ആനിമൽ, എനി സിംഗുലർ സബ്ജക്റ്റ്. ഈസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് ഈസിന്റെ മീനിങ് എങ്കിൽ ഇവിടെ വാസിന്റെ മീനിങ് ആയിരുന്നു എന്നാണ്. കഴിഞ്ഞു പോയ ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് വാസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടെൻസിൽ മാത്രമേ വാസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ വേർ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്നു. ദേ, വി, ആൻഡ് ബി, ടു ഓർ മോർ സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേർ ഉപയോഗിക്കാം. വേർ ഏതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്? ആറിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്ന പ്ലൂറലിന്റെ കൂടെ ഉപയോഗിച്ചിരുന്ന വേർഡാണ് ആറ്. അതിന് പകരം ആയിരുന്നു എന്ന് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കുന്ന വേർഡാണ് വേർ. ഇനി വാസിന്റെ സെന്റൻസ് ഫോർമേഷൻ. അവൻ ഒരു വിദ്യാർത്ഥി ആയിരുന്നു. ഹി ഒരു വിദ്യാർത്ഥി ആയിരുന്നു. ആയിരുന്നു എന്നതിനുള്ള വേർഡ് നമ്മൾ പഠിച്ചു. ഹി സിംഗുലർ ആയതുകൊണ്ട് ഏത് വരും? വാസ് വരും. എ സ്റ്റുഡന്റ്. അവൻ ഒരു വിദ്യാർത്ഥി ആയിരുന്നു എന്നത് ഹി വാസ് എ സ്റ്റുഡന്റ്. അതുപോലെ ഷീ ആണെങ്കിൽ ഷീ വാസ് എ സ്റ്റുഡന്റ്. അനൂപ് വാസ് എ സ്റ്റുഡന്റ്. രമ്യ വാസ് എ സ്റ്റുഡന്റ്. അടുത്തത് റീമ ഒരു ഡാൻസർ ആയിരുന്നു. റീമ വാസ് എ ഡാൻസർ. ഡേവിഡ് ഒരു നല്ല വിദ്യാർത്ഥി ആയിരുന്നു. ഡേവിഡ് വാസ് എ ഗുഡ് സ്റ്റുഡന്റ്. എബിൻ ഒരു പൊക്കമുള്ള ആൺകുട്ടി ആയിരുന്നു. എബിൻ വാസ് എ ടോൾ ബോയ്. ഇതെല്ലാം കഴിഞ്ഞുപോയ കാര്യം ആയിരിക്കണം. ഇപ്പോൾ പ്രസന്റിൽ ഇതൊന്നും അല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് വാസ് ഉപയോഗിക്കുന്നത്. എബിൻ വാസ് എ ടോൾ ബോയ്. എബിന് പണ്ട് പൊക്കം ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ എബിൻ വാസ് എ ടോൾ ബോയ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. വാസിന്റെ
യൂസേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ കഴിഞ്ഞുപോയ കാര്യം പറയുന്നതിനായിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ആണ് വാസ് ഉപയോഗിക്കുന്നത്. അടുത്തത് വാസ് സെന്റൻസ് ഫോർമേഷൻ കണ്ടിന്യൂസ് ഫോം അല്ലെങ്കിൽ ING ഫോം. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് സ്റ്റഡിയിങ്. ഹി വാസ് സ്റ്റഡിയിങ്. അവൻ നടക്കുകയായിരുന്നു. വാക്കിംഗ്. ഹി വാസ് വാക്കിംഗ്. എബി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനായിട്ട് എബി ഈസ് ഹാവിങ് ലഞ്ച്. എബി ഈസ് ഹാവിങ് ലഞ്ച് എന്ന് പറഞ്ഞു. ഈസിന്റെ സ്ഥാനത്ത് വാസ് ആയാൽ മാത്രമേ ഉള്ളൂ. ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഈസ് വാസ് ആകുന്നു. ഈസിന്റെ പാസ്റ്റ് ആണ് വാസ് എന്ന് പറഞ്ഞു. അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എങ്ങനെ പറയാം? സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാസ് ഗോയിങ് ടു. ഹി വാസ് ഗോയിങ് ടു സ്കൂൾ. അവൻ പാട്ട് പാടുകയായിരുന്നു. വാസ് സിംഗിങ്. ഹി വാസ് സിംഗിങ്. ഈ ഭാഗം ക്ലിയർ ആയി വിചാരിക്കുന്നു. കണ്ടിന്യൂസ് ഫോമിൽ ING കഴിഞ്ഞുപോയ കാര്യം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് വാസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ ING ഫോം ഉപയോഗിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന വേർഡാണ് അല്ലെങ്കിൽ ഓക്സിലറി വെർബാണ് വാസ്. വാസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ മാത്രമാണ് വാസ് ഉപയോഗിക്കുന്നത്. അടുത്ത പാർട്ട് നോക്കാം. വേർ സെന്റൻസ് ഫോർമേഷൻ. ആദ്യത്തെ സെന്റൻസ് അവർ വിദ്യാർത്ഥികൾ ആയിരുന്നു. അവർ ദേ വിദ്യാർത്ഥികളായിരുന്നു എന്ന് പറയുന്നതിനായിട്ട് വേർ സ്റ്റുഡൻസ്. ദേ വേർ സ്റ്റുഡൻസ്. അതുപോലെ വി വേർ സ്റ്റുഡൻസ്. രമ്യ ആൻഡ് അനൂപ് വേർ സ്റ്റുഡൻസ്. റീമയും നിതിനും ഡാൻസേഴ്സ് ആയിരുന്നു എന്ന് എങ്ങനെ പറയാം? റീമ ആൻഡ് നിതിൻ ഡാൻസേഴ്സ് ആണ് എന്ന് പറയുന്നതിനായിട്ട് ആർ ഡാൻസേഴ്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വേർ. സോ ഈസിയാണ്. റീമ ആൻഡ് നിതിൻ വേർ ഡാൻസേഴ്സ്. എബിനും ഡേവിഡും നല്ല വിദ്യാർത്ഥികളായിരുന്നു. ദേ ആർ ഗുഡ് സ്റ്റുഡൻസ് ആണെന്ന് പറയുന്നതിനായിട്ട്. അപ്പോൾ ഇവിടെ ആയിരുന്നു എന്ന് പറയാം. എബിൻ ആൻഡ് ഡേവിഡ് വേർ ഗുഡ് സ്റ്റുഡൻസ്. നവ്യയും രമ്യയും ബുദ്ധിയുള്ള വിദ്യാർത്ഥികളായിരുന്നു. ആയിരുന്നു എന്നാണ്. നവ്യ ആൻഡ് രമ്യ വേർ ഇന്റലിജന്റ് സ്റ്റുഡൻസ്. വേർ ഇന്റലിജന്റ് സ്റ്റുഡൻസ്. ഇനി നെക്സ്റ്റ് പോർഷൻ. വേർ സെന്റൻസ് ഫോർമേഷൻ കണ്ടിന്യൂസ് ഫോം ING. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ദേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വേർ സ്റ്റഡിയിങ്. ദേ വേർ സ്റ്റഡിയിങ്. അവർ നടക്കുകയായിരുന്നു. ദേ വേർ വാക്കിംഗ്. എബിയും നവ്യയും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എബി ആൻഡ് നവ്യ വേർ ഹാവിങ് ലഞ്ച്. ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വി വേർ ഗോയിങ് ടു സ്കൂൾ. വി വേർ ഗോയിങ് ടു സ്കൂൾ. അവർ പാട്ട് പാടുകയായിരുന്നു. ദേ വേർ സിംഗിങ്. ഇത് ഓൾറെഡി പറഞ്ഞു പോയ ഭാഗമായതുകൊണ്ടാണ് ഈ പോർഷൻ സ്പീഡിൽ കവർ ചെയ്യുന്നത്. വേറിന്റെ കണ്ടിന്യൂസ് ഫോമിലുള്ള യൂസേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞുപോയ കാര്യം പറയാനാണ് പ്ലൂറൽ സബ്ജക്റ്റ് വരുന്നത്. കൂടുതൽ സബ്ജക്റ്റ് വരുന്ന സാഹചര്യങ്ങളിലാണ് വേർ ഉപയോഗിക്കുന്നത്. ഇന്ന് കവർ ചെയ്ത ഈസ്, ആർ, ആം, വാസ്, വേർ ഈ പോർഷൻ എല്ലാവർക്കും ഈ ഭാഗം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ലളിതമായ ഒരു ഭാഗമായിരുന്നു. എങ്കിൽ പോലും തെറ്റുവരാവുന്ന ഒരു ഭാഗമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്നും ഇതുപോലെ ഇംഗ്ലീഷിലെ സിമ്പിൾ ആയതും കോംപ്ലിക്കേറ്റഡ് ആയതും ആയ ഭാഗങ്ങൾ വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ ശ്രമിക്കുന്നതാണ്. ഇനിയുള്ള വീഡിയോ മിസ്സാകാതെ കൃത്യമായി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്